അന്തരിച്ച കോൺഗ്രസ് നേതാവ് കാപ്പാടൻ രമേശന്റെ അനുസ്മരണ ചടങ്ങിൽ അതിവൈകാരികമായി സംസാരിച്ച് കെപിസിസി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിൽ തന്നെ സംരക്ഷിക്കുകയും താങ്ങായി നിൽക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു കാപ്പാടൻ രമേശനെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. താൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് കാപ്പാടന്റെ കാവൽ കൊണ്ടാണെന്നും അത് പലർക്കും അത്ഭുതമായി തോന്നാമെങ്കിലും സത്യമാണെന്നും അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഏതുകാലത്തും എന്നെ കാത്ത് രക്ഷിച്ച, എനിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയ, എൻ്റെ സംരക്ഷണം 100% ഭദ്രമാക്കിയ എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഇന്നില്ല. നമ്മെ വിട്ടുപോയിരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, CPM-ന്റെ അക്രമത്തെ ചെറുക്കാൻ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കാവലിരുന്ന കാപ്പാടൻ രമേശൻ, എൻ്റെ വീട് വളഞ്ഞ 15ഓളം സഖാക്കളെ വിരട്ടി ഓടിച്ച കാപ്പാടൻ രമേശൻ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാപ്പാടൻ രമേശൻ്റെ കരുത്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഓർക്കുക. വേദന കൊണ്ട് വെങ്ങിപ്പൊട്ടുന്ന എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏറെയൊന്നും വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യമില്ല. ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുടെ കാവൽക്കാരനായിരുന്നു കാപ്പാടൻ രമേശൻ. CPM-ന്റെ ഏത് അക്രമത്തെയും ചെറുക്കാൻ എന്നും എവിടെയും കാപ്പാടൻ രമേശൻ എത്തും. സാധാരണയായി CPM-നെതിരെയുള്ള പ്രസംഗങ്ങളിൽ ആവേശത്തോടെ സംസാരിക്കാറുള്ള സുധാകരൻ ഇത്തവണ തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വാക്കുകൾ കിട്ടാതെ വികാരാധീനനാവുകയായിരുന്നു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തന്റെ താൽപര്യം സുധാകരൻ അടുത്തിടെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ടും നിയമസഭാ സീറ്റ് വാഗ്ദാനം പാലിക്കപ്പെടാത്തതിനെ ചൊല്ലിയും സുധാകരൻ അതൃപ്തിയിലാണെന്ന വാർത്തകൾക്കിടയിലാണ് ഈ അനുസ്മരണ സമ്മേളനം നടന്നത്.